സിദ്ദിഖിനെ കാണാനില്ല, മുകേഷ് അറസ്റ്റിൽ. ലൈവ് അറ്റ് 6 സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി. അറസ്റ്റുടൻ വലവിരിച്ചു പോലീസ്. എല്ലാ വിമാനത്താവളങ്ങളിലും ലുക്കൌട്ട് നോട്ടീസ്. സിദ്ദിഖിന്റെ എല്ലാ നമ്പറുകളും സ്വിച്ച് ഓഫ്. ജാമ്യം തള്ളിയ ഹൈക്കോടതി വിധിയിൽ സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം. സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്കെന്ന് സൂചന. ബലാത്സംഗ കേസിൽ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജാമ്യത്തിൽ വിട്ടയച്ചത് 3 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം. ചോദ്യം ചെയ്യൽ ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ. ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രിക്ക് തിരിച്ചടി. സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാമെന്ന് ഹൈക്കോടതി. കേസ് കെട്ടിച്ചമച്ചതെന്ന് സിദ്ധരാമയ്യ. പാർട്ടി മുഖ്യമന്ത്രിക്കൊപ്പമെന്ന് DK ശിവകുമാർ. രാജി ആവശ്യപ്പെട്ട് BJP. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വിധി എഴുതുക 26 മണ്ഡലങ്ങൾ. മത്സര രംഗത്ത് ഒമർ അബ്ദുള്ള അടക്കമുള്ള പ്രമുഖരും. സുരക്ഷ ശക്തമാക്കി സൈന്യം. ഹമാസിനെ വകവരുത്തിയതായി ഇസ്രയേൽ. ഇനിയൊരാക്രമണത്തിന് ഹമാസിന് ശേഷിയില്ല. ഇസ്രയേൽ സ്ഥാനപതി റുവാൻ അസറിന്റെ പ്രതികരണം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ. ലെബനനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മരണം 550 കടന്നു. EP ജയരാജൻ വീണ്ടും പാർട്ടി വേദിയിൽ. CPM പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. പരിപാടി കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ. പൂരം കലക്കലിൽ വിമർശനം നിർത്താതെ CPI. റിപ്പോർട്ട് വൈകിപ്പിച്ചത് അസ്വാഭാവികമെന്ന് മുഖപത്രം. കൂടുതൽ അന്വേഷണത്തിൽ തീരുമാനം. അജിത് കുമാറിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷം. ഷിരൂരിൽ കനത്ത മഴയിലും തുടരുന്ന തെരച്ചിൽ. വെല്ലുവിളിയായി നാളെയും റെഡ് അലർട്ട്. അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 70 ദിവസം. സ്വർണവില റെക്കോർഡിൽ. പവന് 56,000 രൂപ, ഗ്രാമിന് 7,000. 3 ആഴ്ചക്കിടെ കൂടിയത് 2,640 രൂപ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷമാണ് ഇരയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായി എന്നതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. മുൻകൂർ ജാമ്യമില്ലെന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം സിദ്ദിഖ് ഒളിവിലുമാണ്. സിദ്ദിഖിന് വേണ്ടി അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ആലപ്പുഴയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെത്തിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുകയും ചെയ്തു. സിദ്ദിഖിന്റെ കറുത്ത ബെൻസ് കാർ ഹോട്ടലിന്റെ പാർക്കിംഗിൽ കണ്ടതായി പോലീസ് പറഞ്ഞു. ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക് ആദ്യം. കടുത്ത വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഹൈക്കോടതി സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ഇതിൽ പ്രധാനമായും തന്നെ സിദ്ദിഖ് പരാതിക്കാരിക്കെതിരെ ഉയർത്തിയ ചില ആക്ഷേപങ്ങൾ കൂടിയുണ്ട്. അതിനെതിരെയും ഹൈക്കോടതി കടുത്ത രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശനം ഉന്നയിച്ചത്. ലൈംഗിക ഒരു പരാതി സംബന്ധിയായ കാര്യങ്ങളിൽ പെടുമ്പോൾ അത്തരം കാര്യങ്ങളിൽ പെട്ടു എന്ന് കരുതിക്കൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നതോ അവരെ അവഹേളിക്കുന്നതോ ശരിയായ നടപടിയല്ല എന്ന് ഹൈക്കോടതി പറയുന്നു. ഒപ്പം തന്നെയും ഈ പരാതി ഗൗരവമുള്ള പരാതിയാണ്. സിദ്ദിഖിനെതിരെ കൃത്യമായ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയും സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതുകൊണ്ട് തന്നെ ഇക്കാര്യവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഹൈക്കോടതി കാര്യങ്ങൾ പരാമർശിച്ചത്. ഇതിൽ പരാതിക്കാരി അതിജീവിതയായി മാറുകയാണ് ചെയ്യുന്നത്. അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാനായിട്ട് ഇങ്ങനെയുള്ളവർ തയ്യാറാകുന്നുണ്ട് എന്നതും കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് സിദ്ദിഖിനെതിരെ കൃത്യമായ രീതിയിൽ തന്നെ തെളിവ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നത് പ്രോസിക്യൂഷൻ നേരത്തെ വാദിച്ചിരുന്നു. അത്തരം വാദമുഖങ്ങൾ ശരിയെന്ന് വെച്ചുകൊണ്ടാണ് കോടതി ഈ ഒരു നിരീക്ഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളിൽ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കോടതി പറയുകയും ചെയ്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തത്. തുടക്കത്തിൽ ഈ പരാതി ഉയർന്നപ്പോൾ മുതൽ സിദ്ദിഖ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇത് നേരത്തെ മുതൽ ഉന്നയിക്കുന്ന പരാതിയാണ്. അതുകൊണ്ട് പിന്നീട് ഈ പരാതിയിൽ ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു.
അതുകൊണ്ട് തന്നെയും ഇത് കൃത്രിമമായി കെട്ടിച്ചമച്ചതാണ് എന്നതായിരുന്നു പ്രധാനമായിട്ട് തന്നെ ഉന്നയിച്ചത്. അതോടൊപ്പം ഈ പരാതി ഉന്നയിക്കാൻ ഒരുപാട് സമയമെടുത്തു, വളരെ വൈകിയാണ് ഈ പരാതിയായിട്ട് മുന്നോട്ട് വരുന്നത് എന്ന കാര്യങ്ങൾ കൂടി സിദ്ദിഖ് ആക്ഷേപമായി ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം തന്നെ ഹൈക്കോടതി ഖണ്ഡിക്കുന്നു. പരാതി പറയുവാനായിട്ട് സമയം എടുത്തു, വൈകിപ്പോയി എന്നത് ഒരിക്കലും ഒരു കുറവായി കാണാൻ കഴിയില്ല. അത് പല രീതിയിലുള്ള സാഹചര്യങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുന്നതിൽ തന്നെ യാതൊരു അർത്ഥവുമില്ല എന്ന രീതിയിൽ തന്നെയാണ് കോടതി ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചത്. പരാതി പറയുവാൻ താമസമെടുത്തു എന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു മെറിറ്റ് ഇല്ലാതാകുന്നില്ല, ഈ പരാതിയുടെ ഒരു മെറിറ്റ് ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് തന്നെയും സിദ്ദിഖിനെതിരെ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും നടക്കേണ്ടതുണ്ട് എന്നതടക്കമാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ സിദ്ദിഖിനെ ഏതു സമയവും അറസ്റ്റ് ചെയ്യാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. ഇന്ന് പലയിടത്തും തന്നെ സിദ്ദിഖിന് വേണ്ടി നഗരത്തിലെ വിവിധ ഹോട്ടലുകളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം പരിശോധനകളടക്കം നടത്തിയിരുന്നു. സിദ്ദിഖിന്റെ കാക്കനാടും അതോടൊപ്പം തന്നെ ആലുവയിലുമുള്ള വസതിയിൽ പോലീസ് എത്തിയിരുന്നു. എന്നാൽ ഇവിടങ്ങളിലെല്ലാം വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു, ഗേറ്റ് അടക്കം പൂട്ടിയിട്ട നിലയിലായിരുന്നു. സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ അത് സ്വിച്ച് ഓഫ് ചെയ്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഈ അവസാന ടവർ ലൊക്കേഷൻ അടക്കം കണ്ടെത്തി ആ രീതിയിലൂടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും അന്വേഷണ സംഘം ഇന്ന് ശ്രമിക്കുകയുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ടും ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിയില്ല. സിദ്ദിഖിനെ കണ്ടെത്താനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിയുകയും ചെയ്തില്ല. സിദ്ദിഖിന് വേണ്ടി വലിയ രീതിയിൽ തന്നെ ഒരു അന്വേഷണം നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് സിദ്ദിഖ് മേൽക്കോടതിയെ സമീപിച്ചേക്കുമെന്ന വിവരം ലഭിക്കുന്നത്. ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഡിവിഷൻ ബെഞ്ചിനെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെ തന്നെ നേരിട്ട് സമീപിക്കാനുള്ള ഒരു നീക്കം സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന്, അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു തീർപ്പ് ഉണ്ടായതിനു ശേഷം ഒരുപക്ഷെ സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് അടക്കം നീങ്ങും എന്ന സൂചനയുമുണ്ട്. പക്ഷേ അതായത് ചില കേസുകളിൽ മാത്രമാണ് അത്തരം രീതിയിലുള്ള ഒരു ഇളവുകൾ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ കൂടി തീരുമാനം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ കോടതി എന്ത് പറയുന്നു എന്ന് കൂടി കാത്തിരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിൽ സുപ്രീം കോടതിയിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നീക്കം നടക്കുന്നതിന് മുൻപ് തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് വലിയ രീതിയിലുള്ള പരിശോധനകളും നടന്നത്. ഡാനി പോൾ വിവരങ്ങൾ നൽകുമ്പോൾ വി വിനോദ് തിരുവനന്തപുരത്തു നിന്ന് കൂടി ചേരുന്നു. വിനോദ്, മ്യൂസിയം പോലീസും കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം, മുൻകൂർ ജാമ്യ ഹർജി തള്ളി മണിക്കൂറുകൾ ഇത്രയാകുമ്പോഴും എവിടെയാണ് സിദ്ദിഖ് എന്ന് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. ഒരുപക്ഷെ അറസ്റ്റ് ഈ വളരെ നേരത്തെ ഉണ്ടാകും എന്നുള്ളൊരു സൂചനകളൊക്കെ ആദ്യം ഉണ്ടായിട്ട് പോലും ആ അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും നേരത്തെ ഡാനി പറഞ്ഞു നിർത്തിയതുപോലെ സുപ്രീം കോടതിയിലേക്കുള്ള സിദ്ദിഖിന്റെ നീക്കങ്ങൾക്ക് ഒരു സാവകാശം കിട്ടുന്ന രീതിയിൽ ആ തരത്തിൽ കൂടിയാണോ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ നടക്കുന്നത്, അതോ അതിനു മുൻപ് തന്നെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഒരു അറസ്റ്റ് അനിവാര്യമാണ് എന്നൊരു കണക്ക് കൂട്ടൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടോ? സർക്കാർ എന്താണ് കരുതുന്നത് ഇപ്പോൾ? അപർണ, അന്വേഷണ സംഘത്തിന്റെ നടപടികൾ തന്നെ ഇപ്പോൾ സംശയ നിഴലിലാണ്. കാരണം ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്ന ദിവസം തന്നെ ഈ പ്രതി എവിടെ ഉണ്ട് എന്നത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പോലും അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പിഴവായി ചൂണ്ടിക്കാട്ടുന്നത്. അത് ഒത്തുകളി എന്നുള്ള ആരോപണം കൂടി വരുന്നുണ്ട്. കാരണം സിദ്ദിഖ് ഒരു പ്രതി പെട്ടെന്നൊരു കുറ്റകൃത്യം ചെയ്ത് മുങ്ങുന്നതല്ല. സിദ്ദിഖിന്റെ കേസ് മാസങ്ങളായി നീളുന്ന ഒരു കേസാണ്. നേരത്തെ തന്നെ 2016 സംഭവമാണ്. പെൺകുട്ടി നേരത്തെ തന്നെ പലപ്പോഴായി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിന്മേൽ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത് തന്നെ ഒരു പ്രത്യേക കേസായി. 18ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിൽ ഒരു കേസാണ്. ഈ കേസിന്റെ നടപടികൾ തുടർന്ന് വരികയാണ്. പ്രോസിക്യൂഷൻ ഇന്ന് ശക്തമായി എതിർക്കുകയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. അപ്പോഴും സർക്കാരിന് വിമർശനം ഏൽക്കേണ്ടി വന്നു എന്നത് വസ്തുതാപരമായ ഒരു കാര്യമായി അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശേഷം സിദ്ദിഖിന്റെ അറസ്റ്റ് അത് അനിവാര്യമാണ് എന്നത് അന്വേഷണ സംഘത്തിന് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും അലംഭാവം കാണിച്ചു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നു വരുന്നത്. വളരെ പ്രശസ്തനായ ഒരാൾ, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ ഒടുവിൽ പോവുകയാണ്. കേരള പോലീസ് ഒന്നാകെ ഇപ്പോൾ നാണക്കേടിന്റെ ഘട്ടത്തിലേക്ക് പോവുകയാണ്. കാരണം ഒരു കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ഗുരുതരമായ കുറ്റകൃത്യമെന്ന് കോടതി നിരീക്ഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടും ഇതുവരെ പ്രതി എവിടെയെന്ന് പോലും അറിയാത്ത നിലയിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നു എന്നത് പ്രതിക്ക് അവസരം കൊടുത്തു എന്ന ആരോപണമാണ് ശക്തമാക്കുന്നത്. സുപ്രീം കോടതിയിലേക്ക്
സിദ്ദിഖ് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഹൈക്കോടതിയിൽ ഇങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഉറപ്പായും സുപ്രീം കോടതിയിലേക്ക് പോവുകയും ആ വിധി വരെ കാത്തു നിൽക്കാനുള്ള സാഹചര്യവും ജയിലിൽ പോകാൻ ഒരുപക്ഷെ സിദ്ദിഖ് ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല ദിലീപിന്റെ അനുഭവമുണ്ട്. നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആളല്ല, അതിന് പിന്നിലുണ്ട് എന്ന ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 90 ദിവസമാണ് ദിലീപിന് റിമാൻഡിൽ കഴിയേണ്ടി വന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നടൻ സീനിയറായിട്ടുള്ള സിദ്ദിഖ് ജയിലിൽ പോകാൻ അദ്ദേഹം താല്പര്യപ്പെടില്ല. അതുകൊണ്ട് തന്നെ മാറി നിൽക്കുന്നു. അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് സിദ്ദിഖ് എത്താനുള്ള സാധ്യത അത് വിരളമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മണിക്കൂറുകൾ പിന്നിടുന്നു. ഇതുവരെ അന്വേഷണ സംഘത്തോട് സഹകരിക്കുകയോ ഫോണിൽ സിദ്ദിഖിനെ കിട്ടുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ഒളിവിലുമാണ്. മണിക്കൂറുകൾ കഴിയുമ്പോഴും എവിടെ എന്നതിൽ ഒരു വ്യക്തതയുമില്ല. തിരക്കിട്ട നീക്കങ്ങൾ നിയമപരമായി നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ തന്നെ അഭിഭാഷകരെ കാണുകയും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. സുപ്രീം കോടതി നടപടികളിലേക്ക് പോവുകയാണ്. അടുത്ത ദിവസം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ മേൽക്കോടതിയിൽ പോകാനുള്ള എല്ലാ സാധ്യതയും അതിന്റെ തീരുമാനം ഉണ്ടാകുന്നതുവരെ ഒരുപക്ഷെ മാറി നിൽക്കാനുള്ള സാധ്യത തന്നെയാണ്. സിദ്ദിഖിന് വേണ്ടിയുള്ള ലുക്ക് ഔട്ട് സർക്കുലർ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. രാജ്യം വിടാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോഴും കേരളത്തിൽ സിദ്ദിഖ് ഉണ്ടെങ്കിൽ തന്നെ ഏത് ജില്ലയിലുണ്ട്, എറണാകുളത്തുണ്ടോ അല്ലെങ്കിൽ സമീപ ജില്ലകളിൽ എവിടെയെങ്കിലും ആണോ തുടങ്ങിയ സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട്. ഈ നിലയ്ക്കുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴും മറുപടി പറയേണ്ടി വരുന്നത് സർക്കാരാണ്. ഒരു വശത്ത് സാധാരണക്കാരിയായ ഒരു യുവതി, മറുവശത്ത് ശക്തരായ ആളുകൾ. അവിടെ തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്ന് പരാതിക്കാരി ആശങ്കപ്പെടുന്നുണ്ട്. വലിയൊരു പോരാട്ടമാണ്, നിയമ യുദ്ധമാണ് താൻ നടത്തുന്നതെന്ന് പലകുറിയായി ആ പെൺകുട്ടി പറയുകയും ചെയ്യുന്നു. 2016 നടന്ന സംഭവത്തെ പലപ്പോഴായി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അവർ പറഞ്ഞിട്ടുണ്ട്, പുറത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അതൊരു FIR ആകുന്നതും അതിന്മേൽ ഒരു അന്വേഷണം നടക്കുന്നതും. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും അതിൽ തന്നെ ഉന്നതരായ 4 വനിതാ IPS ഉദ്യോഗസ്ഥരുണ്ട്. കാര്യങ്ങൾ ഇതെല്ലാം ആണെങ്കിലും എന്തുകൊണ്ട് സിദ്ദിഖ് പോലീസിന്റെ വലയിൽ നിന്ന് വഴുതിപ്പോയി? പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ അജ്ഞാത കേന്ദ്രത്തിലേക്ക് എങ്ങനെ സിദ്ദിഖ് മാറി? അതിന് ഉത്തരം പറയേണ്ടത് പോലീസാണ്. പോലീസിന് ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം പോലീസിന് നാണക്കേട് ഉണ്ടാക്കുന്നത് തന്നെയാണ്. റൈറ്റ്. വി വിനോദ്, എന്തുകൊണ്ട് ഇത്രയും മണിക്കൂറുകൾ ഉണ്ടായിട്ടും സിദ്ദിഖ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോലും അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല? ജാമ്യ ഹർജി പരിഗണിക്കുന്ന ദിവസം പോലും സിദ്ദിഖ് എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും പോലീസിന് കഴിയാതിരുന്ന ഒരു സാഹചര്യം കൂടി. സർക്കാർ തന്നെ പ്രതിരോധത്തിലാകുന്ന രീതിയിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. ഇതിനിടെ ബലാത്സംഗ പരാതിയിൽ മുകേഷ് MLA അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘമാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്തത്. 3 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റ്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ട്. രാവിലെ 10 മണിയോടെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിൽ മുകേഷ് MLA ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത്. എറണാകുളത്തെ തീരദേശ പോലീസിന്റെ ആസ്ഥാനത്ത് വെച്ചിട്ടാണ് AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം മുകേഷിനെ ചോദ്യം ചെയ്ത് 10 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഏകദേശം 3 മണിക്കൂറിലേറെ നീണ്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് മുകേഷിന്റെ ഉടനടി അറസ്റ്റിലേക്ക് കടക്കുന്ന രീതിയായിരുന്നു SIT സ്വീകരിച്ചത്. കാരണം പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അടിയന്തരമായി അറസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷേ മുകേഷിന് മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ മുൻകൂർ ജാമ്യത്തിന്റെ ആനുകൂല്യത്തിൽ മുകേഷിനെ വിട്ടയക്കുന്ന രീതിയായിരുന്നു. അറസ്റ്റിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വൈദ്യപരിശോധനയും പൂർത്തിയാക്കി. ഇതൊക്കെ സാങ്കേതികമായുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ഇന്ന് പാലിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് മുകേഷിനെതിരെ കേസെടുത്തിട്ടുള്ളത്. തന്നെ മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ് നടിയുടെ പരാതി. ഇന്ന് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിൽ പോലും കോടതി കൃത്യമായ ഒരു സൂചിപ്പിക്കുകയുണ്ടായി. പരാതിക്കാരി ആരായാലും പരാതിക്കാരിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അത്തരം സാഹചര്യങ്ങളിൽ അവർ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് മുഖ്യം. അവരുടെ സ്വഭാവ രീതികളോ ജീവിത രീതികളോ അല്ലെങ്കിൽ സദാചാര വിരുദ്ധമായി അവർക്കെതിരെയുള്ള ആരോപണങ്ങളോ ഒന്നും ബാധകമല്ല എന്നുള്ള തരത്തിൽ കോടതി, അതായത് ഇത്തരം കേസുകളിൽ അതിശക്തമായ ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കോടതി ഇങ്ങനെയൊരു നിർദ്ദേശം കൂടി വെച്ചിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ നടിക്കെതിരെ മുകേഷ് നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ, അതായത് തൻ്റെ അടുത്ത് ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു, തൻ്റെ അടുത്ത് പണം ആവശ്യപ്പെട്ട് ഫോണിൽ വിളിച്ചിരുന്നു തുടങ്ങിയ ആരോപണങ്ങൾ അത് നടി സമ്മതിച്ചിട്ടുള്ളതുമാണ്. അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമില്ല എന്നുകൂടി വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനെന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ
എന്തായാലും നടിയുടെ പരാതിയിൽ ഉള്ള കേസെടുപ്പ് അതിനുശേഷം ഉള്ള നടപടിക്രമങ്ങളൊക്കെയാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ പൂർത്തിയായത്. സിദ്ദിഖിന്റെ ജാമ്യ ഹർജി തള്ളിയതിൽ സന്തോഷമുണ്ടെന്ന് പരാതിക്കാരി. മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ ചോർന്നതിൽ അതൃപ്തിയുണ്ടെന്നും DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പരാതിക്കാരി പ്രതികരിച്ചു. ജാമ്യം ഇത് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ SITക്ക് എതിരെ ആക്ച്വലി എനിക്ക് ഇൻവെസ്റ്റിഗേഷനിൽ കംപ്ലൈൻറ്റ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർ ഈ ഇലക്ട്രോണിക് എവിഡൻസ് പിന്നെ പ്രതിക്ക് നശിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഉള്ള സമയം ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല ഇപ്പം ഈ ഒരു ടൈമിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാക്ഷികളെ ആണെങ്കിലും ഒക്കെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉള്ളൊരു ടൈം അതൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെതിരെ എനിക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഞാനത് DGPക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ജാമ്യം നിഷേധിച്ച ഈ ഒരു വിധിയോടെ എനിക്ക് ഇതുകൊണ്ട് ഐ എം ഹാപ്പി ആൻഡ് നീതി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് മാത്രമേ. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പ്രതികരിച്ചു. മുകേഷിന്റെയും സിദ്ദിഖിന്റെയും നടപടികളെക്കുറിച്ചായിരുന്നു പ്രതികരണം. സിനിമയെപ്പറ്റി ആധികാരികമായി പറയാൻ താൻ സിനിമാ മന്ത്രി അല്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സിനിമയുടെ മന്ത്രി ഞാനല്ലല്ലോ. ഞാൻ സിനിമയെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്നുള്ള കവിഞ്ഞ് വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. നിയമത്തിന്റെ വഴിക്ക് പോകുന്ന ആദ്യ ദിവസം ഞാൻ പറഞ്ഞല്ലോ. അതിനെന്തിനാ നമ്മൾ വെറുതെ ബുദ്ധിമുട്ടുന്നത്? ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യും. സിദ്ധരാമയ്യയുടെ ഹർജി ഹൈക്കോടതി തള്ളി. അനുമതി തേടിയുള്ള ഗവർണറുടെ നീക്കം ചോദ്യം ചെയ്താണ് സിദ്ധരാമയ്യ കോടതിയെ സമീപിച്ചത്. അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 17A പ്രകാരം അനുമതി തേടാനുള്ള അവകാശം ഗവർണർക്കുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മൈസൂരു നഗരവികസന അതോറിറ്റി ഭൂമി ഇടപാട് കേസിൽ വൻ തിരിച്ചടിയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. തന്നെ വിചാരണ ചെയ്യാനുള്ള ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടിന്റെ തീരുമാനത്തിനെതിരെയാണ് സിദ്ധരാമയ്യ കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് M നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുന്നത്. വിഷയത്തിൽ ഗവർണർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അഴിമതി നിരോധന നിയമപ്രകാരം അതിനുള്ള അവകാശം ഗവർണർക്കുണ്ടെന്നും കോടതി വ്യക്തമാക്കി. സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിയുടെ കൃഷിഭൂമി നഗരവികസന അതോറിറ്റി ഏറ്റെടുക്കുകയും പകരം വാണിജ്യ ഭൂമി നൽകുകയും ചെയ്തു. 2014 സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കെയാണ് പാർവതി മുടയിൽ അപേക്ഷ നൽകിയത്. 2022 ജനുവരി 5 പാർപ്പിട സ്ഥലങ്ങൾ കൈമാറിയത്. സിദ്ധരാമയ്യയുടെ സ്വാധീനം ഉപയോഗിച്ചാണ് ഇവ നേടിയതെന്നും സർക്കാർ ഖജനാവിന് ഇതുവഴി 55.8 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും മലയാളിയായ TJ അബ്രഹാം അടക്കം 3 പേർ പരാതി നൽകിയിരുന്നു. ഇതോടെ ഗവർണർ സിദ്ധരാമയ്യക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പിന്നാലെ സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാനുള്ള അനുമതി നൽകുകയും ചെയ്തു. ഇതിനെതിരെയാണ് സിദ്ധരാമയ്യ കോടതിയിൽ ഹർജിയുമായി എത്തിയത്. ഈ ഹർജിയാണ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് സിദ്ധരാമയ്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സത്യം പുറത്തു വരുമെന്നാണ് DK ശിവകുമാർ പറഞ്ഞത്. അതേസമയം സിദ്ധരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ട് BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നാളെ സിദ്ധരാമയ്യ MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തും. കോടതി വിധിക്ക് പിന്നാലെ സിദ്ധരാമയ്യയുടെ വസതിയിലടക്കം വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്നും ആയിഷത്തുൽ ഷംന. തമിഴ്നാട് മന്ത്രിസഭ പുനഃസംഘടന എന്ന സൂചന നൽകി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല എന്നായിരുന്നു സ്റ്റാലിന്റെ മറുപടി. சார் ரொம்ப நாளாவே இந்த அமைச்சரவை மாற்றம் அப்புறம் அமைச்சர் உதயநிதி ஸ்டாலின் அவர்களுக்கு துணை முதலமைச்சர் பதவி அப்படிலாம் இருக்கு. நீங்களும் விரைவில் சொன்னதை செய்வோம் அப்படின்னு சொல்லியிருக்கீங்க. அதுக்கு ஒரு பதில்? ஏமாற்றம் இருக்காது, மாற்றம் இருக்கும். ജമ്മു കാശ്മീരിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. മധ്യ കാശ്മീരിലെ ബുദ്ഗാം, ശ്രീനഗർ, ഗന്ദർബാൽ, ജമ്മു മേഖലയിലെ പൂഞ്ച്, രജൌരി ജില്ലകളിലായി 26 മണ്ഡലങ്ങളിലാണ് 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, BJPയുടെ രവീന്ദർ റെയ്ന, ജമ്മു കാശ്മീർ കോൺഗ്രസ് അധ്യക്ഷൻ താരിഖ് ഹമീദ് കറ തുടങ്ങിയവരാണ് 2ാം ഘട്ടത്തിൽ. ലബനോണിലെ ഹിസ്ബുള്ളയുടെ നടുവൊടിക്കുന്ന ഇസ്രയേലി ആക്രമണത്തിന് ശേഷം വലിയൊരു വാർത്തയാണ് ലോകത്തെ കാത്തിരുന്നത്. ഹമാസിനെ വകവരുത്തിയെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നു. CNN News 18 മാനേജിംഗ് എഡിറ്റർ സാക്ക ജേക്കബിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യയിലെ ഇസ്രയേൽ സ്ഥാനപതി റുവാൻ അസറിന്റെ വെളിപ്പെടുത്തൽ. ഇനിയൊരു വലിയ ആക്രമണം നടത്താൻ ഹമാസിന് ശേഷിയില്ലെന്നും ആ വിധത്തിൽ ഭീകര സംഘടനയെ വകവരുത്തിയെന്നുമാണ് റുവാൻ അസർ വ്യക്തമാക്കുന്നത്. നിലവിൽ ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായി ഇസ്രയേലിന്റെ കയ്യിലാണ്. ഗാസയിൽ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ സുരക്ഷിതരായി പുറത്തെത്തിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നും റുവാൻ അസർ പറഞ്ഞു. Are you saying Hamas does not have the capability to now launch another October 7th? No.
because we have completely dismantled their military organization, and we have taken over also their lifeline of contraband of weapons through the Sinai. So we control the border between Gaza and Egypt, and we are still left with a very difficult dilemma that has to do with our hostages. We've managed to bring back 150 hostages, and we are still with 101 hostages in the hands of Hamas. That is very difficult for us because our society is suffering, our families, and we are doing whatever we can to bring them back. So either through a deal. Go back to the point that you were making. If you are saying that Hamas's capability to launch another October 7th style attack is over, you don't think Hamas can do that, why is this war continuing? Because first of all, we want to bring our hostages back, and second, we want to make sure that Hamas cannot regroup and rebuild its army of terror. So do you reckon the ability to bring back the hostages is better served with the war continuing or finding a ceasefire? Well, as you know, we have adopted a path that was proposed by our Prime Minister, actually, and adopted by the President of the United States and by the United Nations Security Council, that talks about 3 phases. So we have failed to reach the first phase, and you don't have to trust us. You can trust the spokesperson of the White House saying that the sole responsible entity for failing to get into the ceasefire is Hamas, because Hamas actually is not interested in trading people or in exchanging prisoners. What they want to achieve is to remain in power in order to relaunch attacks in the future. So we have to see how we can overcome that. We are still attacking those attempts of Hamas to reorganize themselves in the Gaza Strip, and we are going to continue to put pressure in order to get either a deal that will bring hostages back home or continuing military operation to take our hostages back like we did. ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി ന്യൂസ് 8 നൽകിയ പ്രത്യേക അഭിമുഖത്തിലെ ഭാഗമാണ് കണ്ടത്. UN-ലെ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിന് അമേരിക്കയുടെ പിന്തുണ. ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകുന്നതിനെ എതിർക്കില്ലെന്ന് US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി. UN സ്ഥാപിതമായ 40കളിലെ സാഹചര്യം മാറി. ഇന്ത്യക്ക് പുറമെ ജർമ്മനി, ജപ്പാൻ എന്നിവയ്ക്കും അംഗത്വം നൽകണം. UN സുരക്ഷാ സമിതി വിപുലീകരിക്കണമെന്നും US ഭാവിയിലേക്കുള്ള ഉച്ചകോടിയിൽ നിലപാട് അറിയിച്ചു. അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥം വഹിക്കാൻ തയ്യാറെന്ന സൂചന നൽകി ഇന്ത്യ. ന്യൂയോർക്കിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നടന്ന ചർച്ചയിലാണ് നരേന്ദ്രമോദി സൂചന നൽകിയത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ 4ാം ദിനത്തിലും പുരോഗമിക്കുന്നു. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ റഡാർ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ CP4-ലാണ് തെരച്ചിൽ നടക്കുന്നത്. ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നത് ആശ്വാസമായിട്ടുണ്ട്. ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. എന്തായാലും ഈ കാലാവസ്ഥ കുറച്ച് അനുകൂലമായിട്ടുണ്ട്. റെഡ് അലർട്ടാണ് നിലവിൽ ഉത്തര കന്നഡ ജില്ലയിൽ. പക്ഷേ രാവിലെ മഴയുണ്ടായതല്ലാതെ പിന്നീട് നല്ല വെയിൽ വരുന്ന ഒരു കാലാവസ്ഥയാണ്. അതുമാത്രമല്ല, ഗംഗാവലി പുഴയിൽ വെള്ളവും വലിയ തോതിൽ കൂടിയിട്ടില്ല. അതുതന്നെ ഈ തെരച്ചിലിന് അനുകൂലമായ ഒരു സാഹചര്യമാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ച് CP4, അതായത് ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത CP4-ലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇന്ദ്രപാൽ രാവിലെ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഈ ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതർക്ക് വേണ്ട നിർദ്ദേശം നൽകി. അദ്ദേഹം മാർക്ക് ചെയ്ത CP1-ഉം അതുപോലെ തന്നെ 2-ഉം 3-യും 4-ഉം ആ സ്ഥലങ്ങൾ ഒരിക്കൽ കൂടി അദ്ദേഹം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ CP4-ലാണ് വലിയ ലോഹഭാഗം കണ്ടെത്തിയത്. ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. എന്തായാലും വലിയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അർജുന്റെ ലോറിയുടെ കാര്യമായ ഭാഗങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ദ്രപാൽ അദ്ദേഹവും വ്യക്തമാക്കുന്നത് വലിയ തോതിൽ ഈ ലോറി അപകടത്തിൽ പെട്ടിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തലും. എന്തായാലും കാലാവസ്ഥ അനുകൂലമായത് തിരച്ചിലിന് ഗുണകരമായിട്ടുണ്ട്. വലിയ ആശങ്കയുണ്ടായിരുന്നു രാവിലെ, അത്രത്തോളം ശക്തമായ മഴയായിരുന്നു. പക്ഷേ ആ മഴയെ വകവെക്കാതെ തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും അർജുനെയും ലോറിയെയും കിട്ടുന്നതുവരെ തിരച്ചിൽ തുടരുമെന്നാണ് കുടുംബത്തിന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതുതന്നെയാണ് ജിതൻ ന്യൂസ് 8-നോടും പങ്കുവെക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പ് MLA
തന്നിരിക്കുന്ന ഉറപ്പും SP സാർ തന്നിരിക്കുന്ന ഉറപ്പും എന്ന് വെച്ചാൽ ലോറി കണ്ടെത്തുന്നത് വരെയുള്ള തിരച്ചിൽ അത് ചിലപ്പോൾ 10 ദിവസത്തിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് അവർ ചെയ്യുമെന്നാണ്. 4ാം ദിനത്തിലാണ് ഇന്ന് തെരച്ചിലെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ് അത് തുടരുമോ അത് അല്ലല്ല ഇനി ദൌത്യം പാതി വഴി ഉപേക്ഷിക്കുമോ ഇതൊക്കെ അറിയേണ്ടതുണ്ട്. ഇത് അവസാന ദൌത്യമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് പരമാവധി മണ്ണ് നീക്കി ഈ ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത ആ സ്ഥലങ്ങൾ അവിടെയുള്ള മണ്ണുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം മുങ്ങൽ വിദഗ്ധരുടെ സേവനവുമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 മുങ്ങൽ വിദഗ്ധരുടെ സേവനമാണ് ഇവിടെയുള്ളത്. അത് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധരാണ്. ഈശ്വർ മൽപെ ഇതുവരെ ഇവിടെ തിരിച്ചെത്തിയിട്ടില്ല. ഔദ്യോഗികമായി അറിയിച്ചാൽ മാത്രമേ ഈശ്വർ മൽപെ തിരിച്ചെത്തൂ എന്ന് പറയുന്നു. അതേസമയം ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അർജുന്റെ ലോറിക്കരികിൽ എത്താൻ സാധിച്ചാൽ അപ്പോൾ ഈ ഈശ്വർ മൽപെ ഉൾപ്പെടെയുള്ളവരുടെ സേവനം തേടും എന്നാണ്. എന്തായാലും ഡ്രഡ്ജിംഗ് ഇപ്പോഴും പുരോഗമിക്കുന്നു. വലിയ തോതിലുള്ള പ്രതീക്ഷ, അവസാനഘട്ട പ്രതീക്ഷയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കാലാവസ്ഥ ഏതായാലും അനുകൂലമായിട്ടുണ്ട്. കാലാവസ്ഥ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായാൽ ആ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ തിരച്ചിൽ നിർത്തിവെക്കുന്നതല്ലാതെ പൂർണ്ണമായും തിരച്ചിൽ നിർത്തിവെക്കില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും അർജുനെയും അർജുന്റെ ലോറി കണ്ടെത്തുന്നവരെയും ഒപ്പം കന്നഡികരായ 2 പേരെ ലോകേഷിനെയും ജഗന്നാഥിനെയും കണ്ടെത്തുന്നവരെ തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് 10 ദിവസമല്ല 12 ദിവസമായാലും അത്തരത്തിൽ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം കുടുംബത്തിനുൾപ്പെടെ നൽകിയിരിക്കുന്ന ഉറപ്പ്. തൃശൂർ പൂരം കലക്കലിൽ കൂടുതൽ അന്വേഷണത്തിന് ഇന്ന് തീരുമാനമുണ്ടായേക്കും. ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷമാകും തീരുമാനം. അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളണമെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും CPI വീണ്ടും ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് നീക്കം. പാർട്ടി മുഖപത്രത്തിലെ മുഖപ്രസംഗത്തിൽ രൂക്ഷ വിമർശനമാണ് അജിത് കുമാറിനെതിരെ ഇന്നും CPI ഉയർത്തിയത്. പൂരം കലക്കലിൽ ADGP MR അജിത് കുമാർ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിശോധനയ്ക്ക് ശേഷമാകും തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുക. ഇന്ന് രാവിലെ തന്നെ DGP റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറി മുഖ്യമന്ത്രി പരിശോധിക്കും. പരിശോധിച്ച ശേഷമാകും ഇത് എന്താണ് ചെയ്യേണ്ടത്, ഈ റിപ്പോർട്ട് അതേപടി അംഗീകരിക്കുമോ അല്ലെങ്കിൽ തുടരന്വേഷണത്തിന് സാധ്യതയുണ്ടോ എന്ന തീരുമാനമുണ്ടാകുക. മുഖ്യമന്ത്രി ഇന്നലെ തൃശ്ശൂരിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ പൂർണ്ണമായും ശരിയല്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. റിപ്പോർട്ട് താൻ പരിശോധിച്ച ശേഷം മാത്രമാകും അതിൽ എന്താണ് വസ്തുത എന്ന് ഇത് പറയാനാവുക. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇതൊരു തുടരന്വേഷണം അല്ലെങ്കിൽ ഉന്നതതല അന്വേഷണത്തിന് വിടാൻ തീരുമാനമുണ്ട്. ADGPയുടെ റിപ്പോർട്ട് അതേപടി അംഗീകരിക്കാതെ സംസ്ഥാന പോലീസ് മേധാവിയെ കൊണ്ട് പുതിയൊരു അന്വേഷണം നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. CPIയും സമാന ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ADGPയുടെ റിപ്പോർട്ട് ആ രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ പലതും വസ്തുതാവിരുദ്ധ നിലപാട് CPI സ്വീകരിക്കുമ്പോൾ ഇന്ന് ജനയുഗത്തിൻ്റെ CPI മുഖപത്രമായ ജനയുഗത്തിൻ്റെ മുഖപ്രസംഗത്തിലും രൂക്ഷ വിമർശനമാണ് റിപ്പോർട്ട് തള്ളിക്കൊണ്ട് CPI നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന പാദത്തിൽ നടന്ന പൂരം കലക്കൽ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന്റെ വിജയം ഉറപ്പാക്കാൻ ആസൂത്രിതമായി നടന്ന അട്ടിമറി പ്രവർത്തനം എന്ന പൊതുജന വികാരമുണ്ട്. ആ വിശ്വാസം തെറ്റാണെങ്കിൽ യുക്തിഭദ്രമായി തിരുത്താനുതകുന്ന അന്വേഷണവും അതിന്റെ റിപ്പോർട്ടുമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്താണ് സർക്കാർ ചെയ്യേണ്ടത്, എന്താണ് CPI പ്രതീക്ഷിക്കുന്ന കാര്യമാണ് ഇന്ന് ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. CPMനും മറ്റു വഴികളില്ല. ADGPയുടെ റിപ്പോർട്ട് അതേപടി അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് മുന്നണി ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഷളാക്കും. അതുകൊണ്ട് അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനമാകും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ADGPയുടെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളാതെയും എന്നാൽ പൂർണ്ണമായും കൊള്ളാതെയും ഒരു ഉന്നതതല അന്വേഷണം. കാരണം ADGP MR അജിത് കുമാറിനെ ഇത് അന്വേഷിക്കാൻ 5 മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. പോലീസ് അത് പൂരം കലക്കിയെന്ന ആരോപണം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അജിത് കുമാർ എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറി. CPIയും പ്രതിപക്ഷവുമൊക്കെ ആ നിലപാട് എടുത്ത് രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ അജിത് കുമാറിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അത് സ്വാഭാവികമായും സംസ്ഥാന പോലീസ് മേധാവിയാകാം. അങ്ങനെ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോഴും മറ്റും സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലേക്ക് ആകുന്ന അവസ്ഥ ഇതുണ്ടാക്കും. ADGP അജിത് കുമാർ നിരന്തരം RSS നേതാക്കളെ സന്ദർശിക്കുന്നത് പിണറായി വിജയന് വേണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂരം അലങ്കോലപ്പെടുത്തുമ്പോഴേ കാര്യങ്ങൾ വ്യക്തമായിരുന്നു എന്നും VD സതീശൻ ആരോപിച്ചു. CPM RSS അവിശുദ്ധ കൂട്ടുകെട്ട് ആരോപിച്ചുള്ള കോൺഗ്രസ് കൊച്ചിയിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VD സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് ഈ അജിത് കുമാർ ഈ RSS നേതാക്കളെ കാണുന്നത്. എന്താ, കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നു. നിരവധി കേസുകളിൽ മുഖ്യമന്ത്രി അടക്കം പ്രതിയാകേണ്ട നിരവധി കേസുകളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോൾ BJPയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ?
BJPക്ക് കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം. അവർ കണ്ടുവച്ചിരിക്കുന്നത് തൃശൂരാണ്. 2.5-3 കൊല്ലമായി തൃശൂരിൽ പാർലമെന്റ് സീറ്റ് ജയിക്കാനുള്ള പെടാപ്പാട് വരുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ദൂതൻ അജിത് കുമാർ RSS നേതാവിനെ കണ്ട് ഞങ്ങൾ എല്ലാ സഹായവും ചെയ്തു തരാം എന്ന് പറയുന്നു. സഹായം ചെയ്യുന്നത് വൺ വേ ട്രാഫിക് അല്ല. അങ്ങോട്ട് സഹായം ചെയ്താൽ ഇങ്ങോട്ട് സഹായം വേണം. അങ്ങോട്ട് ഞങ്ങൾ സഹായിക്കാം, ഞങ്ങളെ ഇങ്ങോട്ട് ഉപദ്രവിക്കരുത് എന്നാണ് പിണറായി വിജയന് വേണ്ടി അജിത് കുമാർ RSS നേതാവിനോട് കണ്ടത്. EP ജയരാജൻ വീണ്ടും പാർട്ടി വേദിയിൽ. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ CPM പ്രതിഷേധ കൂട്ടായ്മയിൽ EP പങ്കെടുത്തു. തന്നെ മുഖ്യമന്ത്രിയെ മാധ്യമങ്ങൾ വ്യക്തിഹത്യ ചെയ്തുവെന്നും EP ജയരാജൻ. തനിക്കെതിരെ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും EP പറഞ്ഞു. മാധ്യമങ്ങൾ ചെയ്യുന്നത് വ്യക്തിഹത്യ. ഇവിടെ മാധ്യമങ്ങളുടെ ഇരയായിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്തെല്ലാം ആക്ഷേപങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. ഇപ്പോഴും അത് തുടർന്നുകൊള്ളട്ടെ. എനിക്കതൊരു പ്രശ്നമേ അല്ല. ഏതെല്ലാം തരത്തിൽ പാർട്ടി നേതാക്കളെ വ്യക്തിഹത്യ നടത്തുക, മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വ്യക്തിഹത്യ നടത്തുക, അത് വ്യാപകമായി പ്രചരിപ്പിക്കുക, ജനമനസ്സുകളിൽ ഇവർ കുറ്റവാളിയാണ് എന്നൊരു തോന്നൽ സൃഷ്ടിച്ചെടുക്കുക, ഇതിന്റെ സംഘടിതമായ നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ചു കാലമായി തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഇതിനെയൊക്കെ അഭിമുഖീകരിച്ചും നേരിട്ടുമാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഇവരാരെങ്കിലും പൊക്കി ഉയർത്തി ഇവരുടെ പിന്തുണയോടുകൂടി ഈ ബൂർഷ്വാ മാധ്യമങ്ങളുടെ, വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി കയറി വന്നിട്ടുള്ളവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഏറ്റുമുട്ടലുകളുണ്ട്, ജീവൻ കൊണ്ടുള്ള പോരാട്ടമുണ്ടായിട്ടുണ്ട്, ഇനിയും അതുണ്ടാകും. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പോരാടുന്നൊരു പാർട്ടിയാണ്. ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് പോരാടും. മരണം വിവാദമാക്കാനുള്ള മനഃപൂർവമായ ശ്രമം ചില രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയെന്ന് MM ലോറൻസിന്റെ മകൻ ML സജീവൻ ന്യൂസ് 8നോട് പറഞ്ഞു. ആശയം ഉപയോഗിച്ച് ഇടതുപക്ഷത്തിന് അവമതിപ്പുണ്ടാകുന്ന പ്രചാരണം നടത്തുകയാണ്. ആശ ചെയ്യുന്ന കാര്യങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റിലുമെല്ലാം ചിലരുടെ ഇടപെടലുണ്ട്. ആശയുടെ ഭാഗത്തുനിന്ന് നേരത്തെയും ഇത്തരം ശ്രമങ്ങളുണ്ടായി. ഇടതുപക്ഷത്തെ തകർക്കാനാണ് ഇത്തരം ചെറിയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നതെന്നും സജീവൻ പറഞ്ഞു. അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് MM ലോറൻസിന്റെ പൊതുദർശന സമയത്ത് ഇന്നലെ അസാധാരണമായ ചില സംഭവങ്ങൾ, നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് അത് കോടതി വരെ എത്തുന്ന ഒരു നിലയിലേക്ക് പോവുകയും ചെയ്തു. വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഈ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ നടക്കുന്നത്. കൂടുതൽ പ്രതികരണത്തിനായി MM ലോറൻസിന്റെ മകൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, നമസ്കാരം. ഇന്നലെ അസാധാരണമായ ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ പ്രേരിതം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അത് ആ ഒരു സംഭവം മാത്രമായിട്ടല്ല നോക്കേണ്ടത്. അതിന് പിന്നിലേക്ക് നടന്നുള്ള പല കാര്യങ്ങളും കൂടി പരിശോധിക്കുമ്പോൾ അത്തരം ഒരു നീക്കം ഇല്ലേ എന്ന് ആർക്കും സംശയിക്കേണ്ടി വരും. അതിന് പല കാരണങ്ങളുണ്ട്. ഈ എന്റെ സഹോദരി ചെറുതായിട്ട് കുടുംബമായിട്ട്, ചെറുതായിട്ടല്ല, ഇടഞ്ഞു നിൽക്കുന്ന സ്വഭാവമാണ്. അവളുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പലരോട്ടും വഴക്കമുണ്ടാക്കുന്നുണ്ട്. അപ്പച്ചനായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും അപ്പച്ചൻ അവരോട് കാര്യമായിരുന്നു. മരിക്കുന്നവരങ്ങനെ തന്നെയായിരുന്നു. നേരത്തെ പലപ്പോഴും ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റിംഗ്, ഈ സഹോദരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിംഗ്സ് ഉണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിംഗ്സ് വായിക്കുമ്പോൾ വെറുതെ ഒഴുക്കൻ മട്ടിൽ വായിച്ചു പോയിട്ട് കാര്യമില്ല. ഇങ്ങനൊരു ഇഷ്യൂ ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറയുമ്പോൾ എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് ഉപയോഗിച്ചുള്ള വാക്കുകൾ, വാചകങ്ങൾ, അതിന്റെ കണ്ടന്റ്, അതിന്റെ പൊളിറ്റിക്കൽ ആംഗിൾ, അതെല്ലാം നോക്കുമ്പോൾ അത് പിൻ പോയിന്റ് ചെയ്യുന്നത് ഒരേ സ്ഥലത്തേക്കാണ്. ആന്റി ലെഫ്റ്റ് ഒരു ഇതിലേക്കാണ് പോകുന്നത്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്
അവളുടെ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങും എക്സ്പീരിയൻസ് വെച്ചിട്ടും യൂസ് ചെയ്യാവുന്ന ചില വേർഡ്സ് അല്ല അതിൽ ചില വേർഡ്സെങ്കിലും വന്നിരിക്കുന്നു. അപ്പോൾ ചില വേർഡ്സ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞങ്ങൾ വീട്ടിൽ അപ്പച്ചനെ അപ്പച്ചാന്ന് വിളിക്കുക, അപ്പാന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പച്ചന്റെ ഫാദറിനെ വിളിച്ചിരുന്നത് അപ്പ എന്നാണ് വിളിച്ചിരുന്നത്. എന്നെ എൻ്റെ മക്കൾ വിളിക്കുന്നത് പപ്പ എന്നാണ് വിളിക്കുന്നത്. പലരും പല തരത്തിൽ വിളിക്കും. എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് അച്ഛനെ നീന്ന് അഡ്രസ് ചെയ്യുന്ന കേട്ടത്. തമിഴ് ബ്രാഹ്മണാണ്, നീന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾക്ക് തൊട്ട് നെയ്ബറാണ്. അത് നീന്നൊരു അച്ഛനെ മകനെ അഡ്രസ് ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോഴും ഞെട്ടും. ഇതിപ്പോൾ കിട്ടും അടി എന്നുള്ള രീതിയിൽ. പക്ഷേ അത് അക്സെപ്റ്റഡ് ആണ്. അവിടെ അതൊരു ചീത്ത വേർഡ് ബഹുമാനക്കുറവോ അല്ല, നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് നീന്ന് പറഞ്ഞു. അപ്പോൾ പലതിലും പല ഇതുണ്ട്. അപ്പോൾ ആ വേർഡ്സ് നോക്കുമ്പോൾ ഇതിനൊരു കണക്ഷൻ കാണുന്നുണ്ട്. അതൊന്ന്. ഇതല്ലാണ്ട് വേറെയും ഞാനിപ്പോൾ അതെല്ലാം ഇപ്പോൾ തുറന്നു പറയുന്നില്ല. ആർക്ക് വായിച്ചു നോക്കിയാലും മനസ്സിലാവും ചില വേർഡ്സും അല്ല സെന്റൻസും കണ്ടന്റും ഒരു പർട്ടിക്കുലർ ആംഗിളിലേക്ക് തിരിഞ്ഞു പോകുന്ന നമുക്ക് മനസ്സിലാവും. അത് അപ്പച്ചന്റെ മൃതദേഹം വിട്ടുകൊടുക്കണോ ആ ഇഷ്യൂ അല്ല, ആന്റി ലെഫ്റ്റ് ആണത്. കൃത്യമായിട്ട് ആന്റി ലെഫ്റ്റ് ആണ്. അതിലുപയോഗിക്കുന്ന വേർഡ് ഞാനിപ്പോൾ ഒരെണ്ണേ ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഉണ്ട്. അത് ഞാൻ ഇനിയൊരിക്കൽ പറയാം. അത് നോക്കുമ്പോഴും എൻ്റെ സഹോദരി നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡല്ല പലതും, സെന്റൻസുകളല്ല. അവൾക്ക് അത്ര ഡീപ്പായിട്ട് പൊളിറ്റിക്സ് അറിയാവുന്ന എനിക്ക് ധാരണയില്ല. എൻ്റെ അറിവിൽ അത്രയ്ക്ക് ഡീപ്പായിട്ട് പൊളിറ്റിക്സ് അറിയുന്ന ആളല്ല. സോഷ്യൽ ഇഷ്യൂസ് അറിയില്ല. സംസാരിക്കും, ഒരു നന്നായിട്ടൊക്കെ സംസാരിക്കും. പിന്നെ അവള് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു മകളെന്ന രീതിയിൽ മകള് റിലീജിയസ് ആണ്. ഞാൻ ഫോളോ ചെയ്യുന്ന റിലീജിയൻ അനുസരിച്ചിട്ടുള്ള സംസ്കാരം അച്ഛന് വേണം അപ്പന് വേണം എന്ന് ആഗ്രഹിക്കാം. അതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല. ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്, നോർമലി ഇപ്പോൾ എല്ലാവരും ചെയ്യണത് ചില അച്ഛനോ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ കുറെ നേരം കെട്ടിപ്പിടിച്ച് കരയും. ഞാനാണ് വന്നിരിക്കുന്നത്, നോക്കാൻ പാടില്ലേ, മരിച്ചെടുക്കുന്ന ആളോട് പറയുന്നത്. നോർമലായിട്ട് ഇറസ്പെക്റ്റീവ് ഏത് റിലീജിയൻ ആണെങ്കിലും കാസ്റ്റ് ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും എല്ലാവരും ഇതേ നോക്കും, ഞാൻ വന്നിട്ടുണ്ട്, എനിക്ക് അന്ന് തരാമെന്ന് പറഞ്ഞത് തന്നില്ലല്ലോ. ആ കരച്ചിലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പല നാടകങ്ങളും ചിലത് സ്വാഭാവികമായിട്ടാണ്, നാടകമായിരിക്കില്ല, സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം, ഇമോഷണൽ ടർബുലൻസ് ഉണ്ടാവും, കരച്ചിലും പിഴിച്ചിലും ഉണ്ടാവും, പൊട്ടിക്കരയും. ഇതൊക്കെ സാധാരണയിൽ. പിന്നെ അത് ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയതുകൊണ്ട് അത് പൊലിപ്പിച്ച് കാണിച്ച് ആ പൊളിറ്റിക്കൽ ലീഡർ എന്തിനാണോ പ്രതിനിധാനം ചെയ്തത് അതിനെ ഇടിച്ച് താത്തി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അറ്റംപ്റ്റ് അതിലുണ്ടായിരുന്നു. കിടപ്പിലായിരുന്നപ്പോൾ MM ലോറൻസ് പറഞ്ഞത് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണമെന്ന് LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ. കുടുംബാംഗങ്ങൾ ആദ്യം ഇത് അംഗീകരിച്ചതാണ്. ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ലെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹം അഭിപ്രായപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ മക്കൾ തന്നെ മുൻകൈയെടുത്ത് അവിടെ മൃതശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചത്. ഞങ്ങൾ CITUവും പാർട്ടിയും CPIMും CITUവും എറണാകുളത്ത് സ്വീകരിച്ചത് മൃതശരീരം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് സഖാവ് ലോറൻസിന്റെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായത്തിന് വിധേയമായി ചെയ്യണമെന്നുള്ളതാണ്. കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങളിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഒരു മകൾ പ്രകടിപ്പിച്ചു. അത് അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ടുന്ന വിഷയമല്ല. കോടതിയുടെ മുമ്പാകെ അവർ പോയി, കോടതി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജിനോട് അവർക്ക് പറയാനുള്ളത് കേട്ട് തീരുമാനമെടുക്കാനാണ്, അവരുടെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ സഖാവ് ലോറൻസിന്റെ ഭൗതിക ശരീരം ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ മെഡിക്കൽ കോളേജിന് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഒരു തർക്കം അദ്ദേഹത്തിന്റെ മകള് ഒരു കുടുംബ പ്രശ്നമായതുകൊണ്ട് അതിന്റെ അപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം അത് സംബന്ധിച്ച് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു വലിയ വിഷയമായിട്ട് കണക്കാക്കേണ്ടതല്ല. ചില ചാനലുകളെല്ലാം അത് ഒരു വലിയ പ്രശ്നമായിട്ട് നല്ല ചർച്ച ചെയ്തു. യഥാർത്ഥത്തിൽ അത്തരം വിഷയങ്ങളൊന്നും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതല്ല. അതാണ് എന്റെ അഭിപ്രായം. സ്പീക്കർ AN ഷംസീറിന്റെ മാതാവിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിലെത്തിയ ഗവർണർ AN ഷംസീറിനെ ആശ്വസിപ്പിച്ചു. സ്പീക്കറോടൊപ്പം അല്പസമയം ചെലവിട്ടതിനു ശേഷമാണ് ഗവർണർ മടങ്ങിയത്. എംപോക്സ്
ക്ലെയ്ഡ് 1ബിയിൽ ആശങ്ക വേണ്ട എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അനാവശ്യ പ്രചാരണം ഒഴിവാക്കണം. പ്രഹരശേഷി കൂടുതലുള്ള വകഭേദമാണ്. സർക്കാർ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചു കഴിഞ്ഞു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ലിഫ്റ്റ് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും വീണ ജോർജ് പറഞ്ഞു. എംപോക്സ് ലക്ഷണങ്ങളുമായി ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഇവിടെ എത്തിയ 38 വയസ്സുള്ള ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ആ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം ഈ ക്ലേഡ് ഏതാണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി, ഇത് ഏത് വകഭേദത്തിലുള്ളതാണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന ഞാൻ പറഞ്ഞിരുന്നു. ആ പരിശോധന നടത്തി. അപ്പോൾ പരിശോധന നടത്തി, ഇവിടെയും നമ്മൾ നടത്തി, IAVയിൽ നടത്തി, അതോടൊപ്പം തന്നെ NIVയിലും നടത്തി. ആ പരിശോധനയിൽ അത് ക്ലേഡ് 1B എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദയവായി യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. ആശങ്കപ്പെടുത്തുന്ന പ്രചരണങ്ങളും നടത്തരുത് എന്നുള്ളത് അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിങ്ങളിൽ ചില മാധ്യമങ്ങൾ കൊടുത്തൊരു വാർത്ത, 46 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നടക്കുകയാണ്. അവിടുത്തെ കെട്ടിടങ്ങൾ പൊളിച്ചിട്ട്. അപ്പോൾ ആ ഉദ്ഘാടനവും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവും ഈ മുൻ പേജിൽ വാർത്ത കൊടുത്തൊരു പത്രത്തിൻ്റെ 2ാം പേജിൽ വളരെ ചെറിയൊരു പടവും വാർത്തയാണ്. പടം വന്നോന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല, വാർത്തയാണ് വന്നത് ലോക്കൽ പേജ്. പക്ഷേ ഇത് അപ്പോൾ അന്നേരം തന്നെ നമുക്ക് പരിമിതിയുണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ കാരണം പക്ഷേ അത് നിർത്താൻ പറ്റില്ല. കാത്ത് ലാബ് അവിടെയാണ് പ്രവർത്തിക്കുന്നത് ജില്ലയിലെ. നമുക്ക് മറ്റ് കാർഡിയോളജി വിഭാഗം ഇല്ല. അതുകൊണ്ട് ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, നമ്മൾ എങ്ങനെയാണേലും ഇവിടെ ഈ സർവീസ് കൊടുക്കണം. കെട്ടിടങ്ങളൊന്നുമില്ല, പക്ഷേ ഉള്ള സൗകര്യത്തിൽ പരമാവധി അങ്ങനെ മുഴുവൻ കാര്യങ്ങൾ ഇവിടേക്ക് മാറ്റിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ സംശയാസ്പദമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഡയറക്ടർ ഹെൽത്ത് സർവീസസിനോട് പറഞ്ഞിരുന്നു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനത്തിലെ ജിയോ കോർഡിനേറ്റുകൾ രേഖപ്പെടുത്തിയ ഭൂപടം ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പറഞ്ഞു. ജനങ്ങൾക്ക് പരാതി നൽകാൻ 50 ദിവസം സമയം വേണം. സംസ്ഥാന സർക്കാർ ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കണം. ഭൂപടം തയ്യാറാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത്. നടപടിയില്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ളവർ പ്രക്ഷോഭത്തിലേക്ക് കടക്കും. സഭ പൂർണ്ണ പിന്തുണ നൽകുമെന്നും ജോസഫ് പാംപ്ലാനി മുന്നറിയിപ്പ് നൽകി. സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടുത്തിയ മാപ്പ് ആളുകൾക്ക് ലഭ്യമാക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചുവെന്നും അതിനാൽ പ്രസ്തുത മാപ്പ് ലഭ്യമാക്കിയ ശേഷം 50 ദിവസത്തിനുള്ളിൽ പരാതികൾ സമർപ്പിക്കാൻ ആളുകൾക്ക് അവസരം കൊടുക്കണമെന്ന് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും അപ്രകാരം സാവകാശം നേടിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഇടതുപക്ഷ സർക്കാർ കർഷക പക്ഷത്ത് നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഇല്ല എങ്കിൽ വളരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലൂടെ മലയാളി കർഷകർ കടന്നു പോകാൻ നിർബന്ധിതരാവുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കർഷക സംഘടനകൾ അതുപോലെ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ നീതി ലഭിക്കുന്നതുവരെയും പോരാടാൻ ഞങ്ങൾ നിർബന്ധിതരായിത്തീരും. പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് EMSന്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. EMSന്റെ പേര് നൽകിയതിൽ വിവാദമുണ്ടായത് അനുചിതമാണെന്നും MP രാജേഷ് പറഞ്ഞു. സങ്കുചിതമായ രാഷ്ട്രീയം കാണുന്നവരല്ല കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. അതുകൊണ്ട് തന്നെ പുതിയ മിനിൽ സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമെന്നും MP രാജേഷ് പ്രഖ്യാപിച്ചു. എന്തായാലും പുതുപ്പള്ളിയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് EMSന്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് വിവാദം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉണ്ടായിരുന്നത്. ഇന്നലെ പുതുപ്പള്ളിയിൽ ഏകദിന നിരാഹാര സമരവും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പേര് നിർദ്ദേശിക്കണം എന്നതായിരുന്നു, അത് നൽകണമെന്നതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. ഉമ്മൻചാണ്ടിയുടെ ജന്മസ്ഥലത്ത് അദ്ദേഹം 53 വർഷം MLA ആയിരുന്ന സ്ഥലത്ത് EMSന്റെ പേര് കൊണ്ടുവരുന്നത് ഒരു രാഷ്ട്രീയ വിവാദത്തിന് വേണ്ടിയാണ് എന്ന ആരോപണമായിരുന്നു കോൺഗ്രസ് ഇന്നലെ ഉയർത്തിയിരുന്നത്. എന്തായാലും ഇന്ന് ഈ പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇവിടെ 2 സംസ്കാരവും ഉണ്ടാവട്ടെ, EMSന്റെ പേരും ഉണ്ടാകട്ടെ, ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരും വരട്ടെ. അതായത് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നുണ്ട് പുതുപ്പള്ളിയിൽ, അതിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിന് പഞ്ചായത്തിന്റെ കൂടി അനുമതി ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള തർക്കത്തിൻ്റെയോ
അഭിപ്രായ ഭിന്നതയുടെയോ കാര്യമില്ല. EMS കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം ഇവിടെ ഉണ്ടാവണമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതിൽ ഒരനൗചിത്യവുമില്ല. അങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്കുണ്ട്. EMSന്റെ സ്മാരകം മാത്രമേ ഉണ്ടാക്കാവൂ എന്ന അഭിപ്രായമുള്ളവരല്ല ഞങ്ങളാരും, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. EMSന് മാത്രമല്ല, ഉമ്മൻചാണ്ടിക്കും സ്മാരകം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് തൊട്ടടുത്ത് എല്ലാ സർക്കാർ ഓഫീസുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന മിനി സിവിൽ സ്റ്റേഷൻ, ആ മിനി സിവിൽ സ്റ്റേഷൻ ബഹുമാന്യനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പുതുപ്പള്ളിക്കാരനായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്മാരകമായിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഒരു മുതിർന്ന നേതാവ്, അത് ഏത് പാർട്ടിയുടേത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല, പക്ഷേ ഒരു മുതിർന്ന നേതാവ് തന്നെ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. MLA ഫണ്ട് ഉപയോഗിച്ചുകൂടിയാണ് ഇത് നിർമ്മിക്കുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇതിന് MLA ഫണ്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് MP രാജേഷ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാനമെടുക്കുന്നു. ആരെങ്കിലും ഒരാൾ വേണ്ട എന്നൊരു നിലപാടില്ല. EMS കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയാണ്. ആ നിലയിലും അദ്ദേഹത്തിന് പ്രാധാന്യമുണ്ട്. വിവാദം അനുചിതമാണ് എന്നും MP രാജേഷ് വ്യക്തമാക്കി. എന്തായാലും ഈ രാഷ്ട്രീയ വിവാദങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും കോൺഗ്രസ് സ്വാഭാവികമായും ഉയർത്താനുള്ള സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ച് പുതുപ്പള്ളിയിൽ ഇങ്ങനെ ഒരു പേര് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കുന്ന പുതുപ്പള്ളി പഞ്ചായത്തിൽ അതൊരു രാഷ്ട്രീയ നീക്കമാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ വിവാദം തൽക്കാലത്തേക്ക് അവസാനിക്കുമെന്ന് കരുതാൻ വയ്യ. പക്ഷേ ഇതിലൊരു സർക്കാർ നിലപാടും ഇതിനൊരു സൊല്യൂഷൻ എന്ന നിലയിൽ കൂടിയാണ്, പ്രശ്ന പരിഹാരത്തിനുള്ള നീക്കമായി കൂടി വേണം MP രാജേഷിന്റെ പുതിയ നിർദ്ദേശത്തേക്കാണ്. നിരണം പഞ്ചായത്ത് ഭരണം UDF തിരിച്ചുപിടിച്ചു. LDF ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസം പാസായി. പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ ഭരണത്തിനെതിരെയാണ് കോൺഗ്രസ് അവിശ്വാസം കൊണ്ടുവന്നത്. 13 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ഒരംഗം മരിച്ചുപോയിരുന്നു. 7 അംഗങ്ങൾ അവിശ്വാസത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. LDF അവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിന്നു. കോട്ടയം പാലായിൽ അപകടത്തെ തുടർന്ന് ലോറിക്കടിയിൽ അകപ്പെട്ട സ്കൂട്ടറുമായി ടോറസ് ലോറി ഓടിയത് 8 കിലോമീറ്റർ. പാലാ ബൈപ്പാസിൽ കഴിഞ്ഞ രാത്രി 11:30-ക്കാണ് അപകടമുണ്ടായത്. വഴിയരികിൽ സ്കൂട്ടർ നിർത്തി സംസാരിച്ചുകൊണ്ടിരുന്ന മേവട സ്വദേശി അലൻകുര്യൻ, നോബി എന്നിവരെ ഇടിച്ചിട്ട ശേഷമാണ് ടോറസ് ലോറി നിർത്താതെ പോയത്. നിർത്താതെ പോയ ലോറിക്കടിയിൽ സ്കൂട്ടർ കുരുങ്ങുകയായിരുന്നു. കഴിഞ്ഞ രാത്രി ഏതാണ്ട് 11:30യോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ 2 ചെറുപ്പക്കാരും പാലായിൽ ഈ ബൈപ്പാസിൽ നിന്ന് വണ്ടി നിർത്തി സംസാരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഈ ടോറസ് ലോറി എത്തുകയും ഇവരെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തത്. ഇവർ റോഡിലേക്ക് വീഴുകയും ഗുരുതരമായി വാഹനം ഇടിച്ചുള്ള പരിക്കെല്ലാം ഗുരുതരമായി തന്നെയുണ്ട്. ഇതിനുശേഷം ഈ വാഹനം അവിടെ നിന്ന് നിർത്താതെ പോവുകയായിരുന്നു. മരങ്ങാട്ടുപള്ളി കോഴ റോഡിൽ കൂടി പോയ ഈ വണ്ടി മരങ്ങാട്ടുപള്ളിയിൽ വെച്ച് മറ്റൊരു പോസ്റ്റിലിടിച്ച് നിർത്തുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിലവിൽ ഇയാളെ, ഈ ഡ്രൈവർ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അടൂർ സ്വദേശിയായ അച്യുതനാണ് ഈ ഡ്രൈവർ എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ആലുവ തോട്ടക്കാട്ടുകരയുള്ള ഒരു കമ്പനിയുടെ ടോറസ് ലോറിയാണ് ഇത് എന്നും അറിയിച്ചിട്ടുണ്ട്, പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഡ്രൈവർ മദ്യപിച്ചിരുന്നു, അതുകൊണ്ടാണ് ഈ സ്കൂട്ടർ ഇതിന്റെ അടിയിൽ കുടുങ്ങിയത് പോലും അറിയാതെ ഇരുന്നത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ഒപ്പം തന്നെ ഇതിനെതിരെ ഈ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വെളിച്ചക്കുറവും മതിയായ സുരക്ഷാ ഭിത്തിയും ഇല്ലാത്തതാണ് കുമരകത്തെ അപകടത്തിന് കാരണം. ഹൗസ് ബോട്ടിലേക്ക് കയറാൻ പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. മരിച്ച 2 പേരുടെയും മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇന്നലെ രാത്രിയാണ് കുമരകം കൈപ്പുഴമുട്ട് പാലത്തിനരികെ കാർ വെള്ളത്തിലേക്ക് വീണ് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന സെയിലിയും ജെയിംസ് ജോർജും മരിച്ചത്. ഇന്നലെ രാത്രി ഏതാണ്ട് 8:45 ഈ സ്ഥലത്താണ് അപകടമുണ്ടായത്. ഇവിടെ നമുക്ക് പുഴ കാണാൻ സാധിക്കും. ഈ പുഴയിലേക്കാണ് വാഹനം വീഴുന്നത്. ഏതാണ്ട് ഇതിന്റെ മധ്യഭാഗത്ത് വരെ ഈ വാഹനം എത്തി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതായത് മുകളിൽ പാലമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം അനുസരിച്ച് കോട്ടയം ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനമായിരുന്നു. അത് ഇവിടെ തൊട്ടടുത്ത് വഴിയുണ്ട്. ഈ വഴിയിൽ കൂടി ഉള്ളിലേക്ക് കയറി വരുന്നു. ഇവിടെ നിന്ന് നേരെ ഈ പുഴയിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ്
ഇവിടുന്ന് അപ്പുറത്തേക്ക് വഴിയുള്ളത് അത് റിസോർട്ടുകളും മറ്റും അവിടെയുണ്ട്. അവിടെ ഹൗസ് ബോട്ടുകൾ ഉള്ള സ്ഥലമുണ്ട്. ഇവർ ഹൗസ് ബോട്ടിൽ ബുക്ക് ചെയ്തിരുന്നു എന്നുള്ള വിവരങ്ങൾ, സൂചനകൾ ചിലത് പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് 10:15 കൂടിയാണ് മൃതദേഹം പുറത്തെത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്. നാട്ടുകാരുടെയൊക്കെ വലിയൊരു കൂട്ടം തന്നെ ഇവിടെയുണ്ട്. തൊട്ടപ്പുറത്താണ് ഈ വാഹനം പിടിച്ചെടുക്കുന്നത്, അതായത് വലിച്ച് കരയ്ക്ക് കയറ്റുന്നത്. കൊച്ചിയിൽ നിന്ന് വന്ന റെന്റേ കാർ വാഹനമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇത് ഗൂഗിൾ മാപ്പ് വഴിതെറ്റി വന്നു എന്നൊക്കെയുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അത്തരം വിവരങ്ങളല്ല. അതിനപ്പുറത്തേക്ക് ഇവർ ഈ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞാണ്. പക്ഷേ ആ വളവ് തിരിയുന്നതിന് പകരം നേരെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ കാറ് കിടപ്പുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ആഴവും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാറ് പൂർണ്ണമായും വീണ ഉടൻ തന്നെ പൂർണ്ണമായും വെള്ളത്തിലേക്ക് താഴുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കാറിൻ്റെ ഡോറ് പൂർണ്ണമായും അടഞ്ഞ നിലയിലായിരുന്നു. പിന്നീട് ഈ പിൻഭാഗത്തൊക്കെ ഇത് പൊട്ടിച്ചെടുത്തുകൊണ്ടാണ് ഇതിനുള്ളിലുള്ളവരെയൊക്കെ പുറത്തേക്ക് എടുക്കുന്ന സ്ഥിതിയിൽ കാര്യങ്ങൾ എത്തിയത്. ഞങ്ങൾ ഇവിടെ നിലവിളി കേട്ടിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പാർക്കിങ്ങിലാണ്. അപ്പോൾ ഓടി വന്നപ്പോഴൊരു കാറ് പകുതിയോളം മുങ്ങിക്കിടക്കണേണ്. ഒരാൾ രക്ഷിക്കാനുണ്ടായി ഇവിടുത്തെ നാട്ടുകാർ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഡ്രൈവർമാർ ചാടി, ഇവിടുത്തെ നാട്ടുകാരും ചാടി നോക്കി. പക്ഷേ അപ്പോഴും കാറ് മുങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ഫുള്ളായിട്ട്. അപ്പോഴൊക്കെ ഇവിടുത്തെ നാട്ടുകാരെല്ലാം വന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പക്ഷെ വണ്ടി കിട്ടിയില്ല. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടായിരുന്നു. പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാണ് ഫയർഫോഴ്സ് വന്ന് ഇത് കണ്ടുപിടിച്ചത്. 8 മണി കഴിഞ്ഞപ്പോഴാണെന്നുള്ളത്. അവിടെ ഇതില്ലാതെ വളവ് തിരിയാൻ നേരെ പോയതാണെന്ന് തോന്നുന്നല്ലേ? അവിടുന്ന് സൈഡ് പിടിച്ച് പോന്നിട്ട് നേരെ ഇങ്ങ് ഇറങ്ങിയതാ. അവിടുന്ന് റോഡിന്റെ സൈഡേ വല്ല പോരുന്നേ. അപ്പൊ അവിടുന്ന് നേരെ ഇങ്ങ് പോന്നിട്ട് സംഭവിച്ചതെന്നുള്ളത്. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നവരും ഇവിടെ ആ സമയത്തുള്ളവരും ഒക്കെ പറയുന്നത് അത് തന്നെയാണ്. നേരെ വാഹനം പോയി. അവിടെ സാധാരണഗതിയിൽ തൊട്ടപ്പുറത്ത് ചിപ്പുങ്കലും ഒക്കെ ആണെങ്കിലും അവിടെ ഒരു ചെറിയ ഈ ഗ്രില്ല് പോലെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത്തരം സംരക്ഷണ ഭിത്തികളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നേരെ വന്ന് പ്രത്യേകിച്ച് അപരിചിതരാണ്, ഈ പ്രദേശവുമായി യാതൊരു പരിചയവുമില്ലാത്തവരാണ്. അങ്ങനെ എത്തിയവർ കൂടിയാണ് പറയുന്നുള്ളതാണ്. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അപ്പോൾ തന്നെ മൃതദേഹം മാറ്റിയിരുന്നു. മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് ആ സമയത്ത് തന്നെ എത്തിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി എത്തിയിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്നൊരു വലിയ രക്ഷാദൗത്യം നടത്തി. പ്രത്യേകിച്ച് ഇവിടെ പുഴയാണ്, അതുകൊണ്ട് തന്നെ മീൻ പിടിക്കാനൊക്കെ ആളുകൾ കാര്യമായി ഇറങ്ങുന്ന സ്ഥലമാണ്. ആ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ആളുകളുടെ വലിയ തിരക്കൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. അതായത് രക്ഷാപ്രവർത്തനത്തിനും മറ്റും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ അപകടം എങ്ങനെയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഈ രണ്ടുപേരും, കാറിനുള്ളിൽ ഉണ്ടായിരുന്ന 2 പേരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അതിപ്പോഴും അവശേഷിക്കുകയാണ്. എന്തായാലും ഇവരുടെ മൃതദേഹം മഹാരാഷ്ട്രയിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളിലും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകും. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികൾക്ക് ജാമ്യമില്ല. പ്രതികളായ ബാസുരാങ്കൻ, മകൻ അഖിൽജിത്ത് എന്നിവരുടെ ജാമ്യ ഹർജികളാണ് ഹൈക്കോടതി തള്ളിയത്. കേസുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി കാക്കനാട് ജില്ലാ ജയിലിലാണ് പ്രതികൾ. സുപ്രീംകോടതി ഉത്തരവുകളടക്കം ഹൈക്കോടതിക്ക് മുന്നിൽ നിർത്തിയാണ് പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ കേസിന്റെ ഗൌരവമടക്കം പരിഗണിച്ചാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത്. തൃശൂർ വാണിയംപാറയിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ നിലയിൽ. വാണിയംപാറയിൽ നിന്ന് മണിയൻ കിണറിലേക്ക് പോകുന്ന വഴിയിലാണ് ജഡം കണ്ടെത്തിയത്. ഫെൻസിംഗിന് സമീപത്തായി ചെരിഞ്ഞ നിലയിലായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന തുടരുകയാണ്. ഇടുക്കി കടലാർ എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ കടുവയുടെ ആക്രമണത്തിൽ പശു ചത്തു. ഇന്നലെ മേയാൻ വിട്ട പശുവിനെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിടെ ആശുപത്രിക്ക് സമീപത്തെ വനത്തിലാണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഈ ഭാഗത്ത് കടുവകളുടെ ആക്രമണം വർദ്ധിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല. കാട്ടാന ശല്യത്തിൽ പ്രതിഷേധിച്ച് കോതമംഗലം നീണ്ടപാറയിൽ നാട്ടുകാർ വനംവകുപ്പിനെതിരെ പ്രതിഷേധിച്ചു. വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞിട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. പീതാംബരൻ എന്ന കർഷകൻ വനംവകുപ്പിന്റെ വാഹനത്തിന് മുന്നിലിരുന്ന് പ്രതിഷേധിച്ചു. കവളങ്ങാട് പഞ്ചായത്തിൽ കാട്ടാനകൾ ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുകയാണ്. ആനകൾ വ്യാപകമായി കൃഷിയും നശിപ്പിച്ചിരുന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കാണാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,000 രൂപ, പവന് 56,000 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5,727 രൂപയും പവന് 45,816 രൂപയും. വെള്ളിഗ്രാമിന് 96 രൂപ, കിലോയ്ക്ക് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാകുന്നു ലൈവ് 6. നമസ്കാരം.